ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC യൂട്യൂബ് ചാനൽ. PSC പരീക്ഷയിൽ ചോദിക്കുന്ന കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിലെ പ്രമുഖരെ പറ്റിയിട്ടുള്ള വീഡിയോ ആണിത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈകുണ്ഠ സ്വാമികൾ, തൈക്കാടായ ചട്ടാമ്പി സ്വാമികൾ എന്നിവരെയാണ്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ വീഡിയോയിലോട്ട് പോവാം. വൈകുണ്ഠ സ്വാമികൾ ജനനം 1809, മരണം 1851. വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് 1809 മാർച്ച് 12 നാഗർകോവിലെ സ്വാമിത്തോപ്പ് എന്ന സ്ഥലത്താണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളെയാണ്. മേൽമുണ്ട സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. മേൽമുണ്ട് സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെ ആളും കൂടിയാണ് വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയായിരുന്നു വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന ശിഷ്യൻ. വൈകുണ്ഠ ക്ഷേത്രത്തിന് സമീപമുള്ള മുന്തിരിക്കിണർ അല്ലെങ്കിൽ മണിക്കിണർ അല്ലെങ്കിൽ സ്വാമിക്കിണർ, ഈ പേരുകളിൽ അറിയപ്പെടുന്നത് നിർമ്മിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. മുന്തിരിക്കിണർ അല്ലെങ്കിൽ മണിക്കിണർ, സ്വാമിക്കിണർ എന്ന പേരുകളിലൊക്കെ അറിയപ്പെടുന്ന കിണർ നിർമ്മിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൽ എന്ന പേരിലാണ്. നിഴൽ താങ്കൽ എന്ന പേരിലാണ് വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ അറിയപ്പെടുന്നത്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. 1836 വൈകുണ്ഠ സ്വാമികൾ സമത്വ സമാജം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പ്രചരിക്കപ്പെടുന്നതാണ് സമത്വ സമാജം. മുടിചൂടും പെരുമാൾ അല്ലെങ്കിൽ മുത്തുക്കുട്ടി എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നതും വൈകുണ്ഠ സ്വാമികളാണ്. മുടിചൂടും പെരുമാൾ അല്ലെങ്കിൽ മുത്തുക്കുട്ടി എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. കണ്ണാടി പ്രതിഷ്ഠ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലത്തെ അറിയപ്പെടുന്നത് ശിങ്കാരത്തോപ്പ് എന്ന പേരിലാണ്. സ്വാതി തിരുനാളിൻ്റെ കാലത്ത് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പാർപ്പിച്ചിരുന്ന സ്ഥലത്തെ അറിയപ്പെടുന്നത് ശിങ്കാരത്തോപ്പ് എന്ന പേരിലാണ്. വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവയൽ പന്തിക്കൂട്ടായ്മ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വിശുദ്ധിയോടുകൂടിയ ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തുവയൽ പന്തിക്കൂട്ടായ്മ സ്ഥാപിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. അയ്യാവഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അയ്യാവഴിയുടെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമര. തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നം. ആ മതം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. നിശ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനും കൂടിയാണ് അയ്യാ വൈകുണ്ഠ സ്വാമികൾ. വിഷ്ണുവിൻ്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനും കൂടിയാണ് വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വെള്ളനീചൻ്റെ ഭരണം എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. അതുപോലെ ബ്രിട്ടീഷ് ആധിപത്യത്തെ വെള്ളപ്പിശാച് എന്ന് വിശേഷിപ്പിച്ചതും വൈകുണ്ഠ സ്വാമികളാണ്. തിരുവിതാംകൂർ ഭരണത്തെ നീചഭരണമെന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെള്ളനീചൻ്റെ ഭരണമെന്നും ബ്രിട്ടീഷ് ആധിപത്യത്തെ വെള്ളപ്പിശാച് എന്നൊക്കെ വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. പന്തിഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. പന്തിഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് VSDP. VSDP ആണ് വൈകുണ്ഠ സ്വാമികളുടെ പേരിലുള്ള സംഘടന. അതായത് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ. വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ.
വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് വൈകുണ്ഠസ്വാമികളാണ്. വൈകുണ്ഠസ്വാമികളുടെ കൃതികളാണ് അഖിലത്തിരുട്ട്, അരുൾനൂൽ. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവയാണ് വൈകുണ്ഠസ്വാമികളുടെ കൃതികൾ. വൈകുണ്ഠസ്വാമി അന്തരിച്ചത് 1851 ജൂൺ 3. 1851 ജൂൺ 3-നാണ് വൈകുണ്ഠസ്വാമികൾ അന്തരിച്ചത്. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന് എന്നിങ്ങനെയുള്ള വാക്യങ്ങൾ പ്രസ്താവിച്ചത് വൈകുണ്ഠസ്വാമികളാണ്. ഇത്രയും കാര്യങ്ങളാണ് വൈകുണ്ഠസ്വാമികൾ എന്ന ടോപ്പിക്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. തൈക്കാടയ്യയെക്കുറിച്ച് നോക്കാം. ഇദ്ദേഹമാണ് തൈക്കാടയ്യ. ഇദ്ദേഹം ജനിച്ചത് 1814. ഇദ്ദേഹം മരണമടഞ്ഞത് 1909. തൈക്കാടയ്യ ജനിച്ച വർഷമാണ് 1814. കന്യാകുമാരിക്കടുത്തുള്ള നകലപുരം എന്ന സ്ഥലത്താണ് തൈക്കാടയ്യ ജനിച്ചത്. പന്തിഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. പന്തിഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യാവിൻ്റെ പ്രധാന ശിഷ്യന്മാർ ആരൊക്കെയായിരുന്നു? ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി എന്നിവരായിരുന്നു തൈക്കാട് അയ്യാവിൻ്റെ പ്രധാന ശിഷ്യന്മാർ. തൈക്കാട് അയ്യാവിനെ ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാരായിരുന്നു സച്ചിദാനന്ദ മഹാരാജ്, ചിട്ടി പരദേശി. സച്ചിദാനന്ദ മഹാരാജ്, ചിട്ടി പരദേശി എന്നിവരാണ് തൈക്കാട് അയ്യാവിനെ ആത്മീയമായി സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ. തൈക്കാട് അയ്യയുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളാണ് തൈക്കാട് അയ്യയുടെ ശിഷ്യനായി തീർന്ന തിരുവിതാംകൂർ രാജാവ്. തൈക്കാട് അയ്യാവിൻ്റെ പത്നിയുടെ പേര് കമലമ്മാൾ എന്നും കൂടിയാണെന്ന് ഓർക്കുക. കമലമ്മാൾ. തൈക്കാട് അയ്യയുടെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്ന പേരാണ്. സുബ്ബരായൻ. ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. ശിവരാജയോഗി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. ഗുരുവിൻ്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകനും കൂടിയാണ് തൈക്കാട് അയ്യ. ഗുരുവിൻ്റെ ഗുരു. ഹഠയോഗോപദീഷ്ഠ എന്നറിയപ്പെടുന്നതും തൈക്കാട് അയ്യയാണ്. അയ്യാവിനെ ജനങ്ങൾ ബഹുമാനപൂർവ്വം വിളിച്ചിരുന്ന പേര് സൂപ്രണ്ട് അയ്യ എന്ന പേരിലാണ്. സൂപ്രണ്ട് അയ്യ. ആരുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്? അത് തൈക്കാട് അയ്യയാണ്. ആരുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത്? തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തൈക്കാട് അയ്യാവിനെ തൈക്കാട് റെസിഡൻസിയിലെ മാനേജറായി നിയോഗിച്ചത് മഗ്രീഗറാണ്. മഗ്രീഗറാണ് ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തൈക്കാട് അയ്യാവിനെ തൈക്കാട് റെസിഡൻസിയിലെ മാനേജറായി നിയോഗിച്ചത്. തൈക്കാട് അയ്യ സമാധിയായ വർഷം 1909 ജൂലൈ 20. 1909 ജൂലൈ 20-നാണ് തൈക്കാട് അയ്യ സമാധിയായ വർഷം. തൈക്കാട് അയ്യ മിഷൻ രൂപം കൊണ്ട വർഷം 1984. 1984-ലാണ് തൈക്കാട് അയ്യ മിഷൻ രൂപം കൊണ്ട വർഷം. തൈക്കാട് അയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ആരാണ്? ശിവനാണ്. ശിവനാണ് തൈക്കാട് അയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി. മനോന്മണീയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടെ തൈക്കാട് അയ്യർ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രമാണ് ചാലയിലുള്ള ശൈവപ്രകാശ സഭ. இந்த ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന പ്രസിദ്ധമായ മുദ്രാവാക്യം പിൽക്കാലത്ത് തൈക്കാട് അയ്യയുടെ ഏത് ശിഷ്യൻ വഴിയാണ് പ്രശസ്തമായത്? അത് ശ്രീനാരായണ ഗുരുവാണ്. ഈ കാര്യങ്ങളും കൂടി ഓർത്തു വയ്ക്കുക. അടുത്തതായി നോക്കുന്നത് ചട്ടമ്പി സ്വാമികൾ. ജനനം 1853, മരണം 1924. ചട്ടമ്പി സ്വാമികളുടെ അച്ഛൻ്റെ പേര് വാസുദേവൻ നമ്പൂതിരി എന്നാണ്. അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള. അച്ഛൻ്റെ പേര് വാസുദേവൻ നമ്പൂതിരി, അമ്മയുടെ പേര് നങ്ങമ്മ പിള്ള. ചട്ടമ്പി സ്വാമികളുടെ ഭവനം ഉള്ളൂർക്കോട് വീട്. ഉള്ളൂർക്കോട് വീടാണ് ചട്ടമ്പി സ്വാമികളുടെ ഭവനം.
ചട്ടമ്പിസ്വാമികളുടെ ആദ്യകാല ഗുരുവാണ് പേട്ടയിൽ രാമൻപിള്ള ആശാൻ. പേട്ടയിൽ രാമൻപിള്ള ആശാനാണ് ചട്ടമ്പിസ്വാമികളുടെ ആദ്യകാല ഗുരു. ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882. 1882 ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം. ചട്ടമ്പിസ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയ വർഷം 1892. 10 വർഷത്തിൻ്റെ വ്യത്യാസമാണ് ഇവിടെ. 1882 ശ്രീനാരായണ ഗുരുവിനെ ചട്ടമ്പിസ്വാമി കണ്ടുമുട്ടിയത്. എന്നാൽ വിവേകാനന്ദനെ ചട്ടമ്പിസ്വാമി കണ്ടുമുട്ടിയത് 1892. ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ എന്നാണ്. അയ്യപ്പൻ എന്നാണ് ചട്ടമ്പിസ്വാമിയുടെ യഥാർത്ഥ പേര്. രാമൻപിള്ള ആശാൻ്റെ കുടിപ്പള്ളിക്കൂടത്തിൽ പഠിക്കവേ ക്ലാസ് ലീഡർ എന്ന അർത്ഥത്തിൽ ചട്ടമ്പി എന്നായിരുന്നു വിളിച്ചിരുന്നത്. പിന്നീട് ചട്ടമ്പി എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ള എന്നായിരുന്നു. ഷൺമുഖദാസൻ എന്ന് പേരിൽ അറിയപ്പെട്ടിരുന്നതും ചട്ടമ്പിസ്വാമികളാണ്. തൈക്കാട് അയ്യാണ് വിളിച്ചിരുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. സർവവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികളാണ്. സർവവിദ്യാധിരാജ എന്ന പേരിൽ അറിയപ്പെട്ടത് ചട്ടമ്പിസ്വാമികളാണ്. ശ്രീ ഭട്ടാകരൻ, ശ്രീ ബാലഭട്ടാകരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനും കൂടിയായിരുന്നു ചട്ടമ്പിസ്വാമികൾ. കാഷായം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ടതും ചട്ടമ്പിസ്വാമികളെയാണ്. കാവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെട്ടതും ചട്ടമ്പിസ്വാമികളെയാണ്. ചട്ടമ്പിസ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ് ചട്ടമ്പിസ്വാമിക്ക് വിദ്യാധിരാജ എന്ന പേര് നൽകിയിരുന്നത്. സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ചട്ടമ്പിസ്വാമികളുടെ ഗുരു ആരായിരുന്നു? സുഭജടാപാടികളായിരുന്നു ചട്ടമ്പിസ്വാമികളുടെ ഗുരു. ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരമാണ്. വടിവീശ്വരത്തിൽ നിന്നാണ് ചട്ടമ്പിസ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ചത്. ക്രിസ്തുമത നിരൂപണം രചിച്ചത് ആരാണ്? ചട്ടമ്പിസ്വാമികൾ. പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദിസമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച പുസ്തകമായിരുന്നു പ്രാചീന മലയാളമാണ് പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായി ആദിസമൂഹത്തിൻ്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് ചട്ടമ്പിസ്വാമി രചിച്ച പുസ്തകം. ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് 1853 ഓഗസ്റ്റ് 25 കണ്ണമൂലയിലെ കൊല്ലൂർ എന്ന സ്ഥലത്താണ്. അവർണർക്കും വേദം പഠിക്കാം എന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതിയായിരുന്നു വേദാധികാര നിരൂപണമാണ് അവർണർക്കും വേദം പഠിക്കാമെന്ന് സ്ഥാപിച്ച ചട്ടമ്പിസ്വാമികളുടെ കൃതി. തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനായിരുന്നു ചട്ടമ്പിസ്വാമികൾ. അതുപോലെ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതും ചട്ടമ്പിസ്വാമികളെ കുറിച്ചാണ്. ചട്ടമ്പിസ്വാമി സമാധി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പന്മന, കൊല്ലത്തെ പന്മനയിലാണ് ചട്ടമ്പിസ്വാമി സമാധി സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം സമാധിയായ വർഷം 1924 മെയ് 5. 1924 മെയ് 5 അദ്ദേഹം സമാധിയായത്. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തെ പന്മനയിലാണ്. ചട്ടമ്പിസ്വാമിയുടെ സമാധി സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ബാലഭട്ടാകര ക്ഷേത്രം. ബാലഭട്ടാകര ക്ഷേത്രമാണ് ചട്ടമ്പിസ്വാമിയുടെ സമാധി സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം. ഇത്രയും കാര്യങ്ങളാണ് ചട്ടമ്പിസ്വാമികളെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമ്മൾ വൈകുണ്ഠസ്വാമികൾ, തൈക്കാട് അയ്യ, ചട്ടമ്പിസ്വാമികൾ ഇവരെ 3 പേരെ പറ്റിയിട്ടാണ് നമ്മൾ നോക്കിയത്. കേരള നവോത്ഥാനത്തിലെ ഏറ്റവും വലിയ പങ്ക് വഹിച്ച 3 പേരെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ നോക്കിയിരുന്നത്. ഇന്ന് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി വീഡിയോസ് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും മുടങ്ങാതെ കാണുക. സോ ഇനി നിങ്ങൾക്ക് ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.